ഞാനും തീരെ പ്രതീക്ഷിച്ചില്ല. സിനിമ ലോകത്ത് നിന്ന് കുറച്ച് അകലം പാലിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ നിങ്ങളെയൊക്കെ ആരാധിക്കുന്നയാളുമാണ്. ഞാനിവിടെ എത്താൻ കാരണം ഒരു 30-32 വർഷമായി ഷൗക്കത്തുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ പേരിലാണ്. ഒരു 30-32 വർഷം മുമ്പ് മുതൽ അദ്ദേഹം മനസ്സിൽ താലോലിക്കുന്ന സിനിമയുടെ സ്വപ്നങ്ങൾ ഏതാണ്ട് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ലെൻസ്മാൻ സ്റ്റുഡിയോയുടെ വരാന്തയിലിരുന്ന് ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അവിടെ നിന്ന് തന്നെയാണ് ഞാൻ എൻ്റെ സഞ്ചാരം ആരംഭിച്ചത്. അപ്പോൾ ഈ സഞ്ചാരം ആരംഭിക്കുമ്പോൾ അതിന് നിമിത്തമായ അല്ലെങ്കിൽ അതിന് പ്രകടമല്ലാതെ കാരണക്കാരനായ ഒരു വലിയ മനുഷ്യനും ഇപ്പം എൻ്റെ മുമ്പിലുണ്ട്. അത് മമ്മൂക്കയ്ക്ക് പോലും അറിയാത്തൊരു രഹസ്യമാണ്. ഞാൻ പലപ്പോഴും അത് സഞ്ചാരത്തിലൂടെ സഫാരിയിലൂടെ സഞ്ചാരത്തിൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങേക്ക് വേണ്ടി കൊണ്ടുവന്നത് എന്ന് ഷൗക്കത്ത് പറഞ്ഞ ഒരു ക്യാമറയാണ് അത് വഴിതെറ്റി എൻ്റെ കയ്യിൽ വന്ന് ഞാൻ ലെൻസ്മാനിലേക്ക് ഞാൻ പതിവ് പോലെ വൈകുന്നേരം എഡിറ്റിന് വേണ്ടി ചെല്ലുമ്പോൾ അവിടെ കാത്തിരിക്കണം. എറണാകുളത്ത് 1-2 സ്റ്റുഡിയോ എന്നുള്ളൂ. അപ്പോൾ വരാന്തയിൽ ഇങ്ങനെ കാത്തിരുന്നാലാണ് സീരിയലുകളുടെയൊക്കെ ഇടവേളകളിലാണ് സഞ്ചാരം പോലുള്ള ദുർബലമായ ഒരു പരിപാടിക്ക് അവസരം തരിക. 2 കാര്യങ്ങളാണ്. ഒന്ന്, സീരിയലിനെ സമയം കൊടുത്താൽ പൈസ രൊക്കം കിട്ടും. സഞ്ചാരത്തിന് പൈസ ചിലപ്പം കുറച്ച് ഡിലേ ആവും. അങ്ങനെ ഒരു ദിവസം ചെല്ലുമ്പോൾ ഷൗക്കു എൻ്റെ അടുത്ത് പറഞ്ഞു, സന്തോഷേ, ഒരു ഗംഭീര ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്താണ്? ഒരു നല്ല ക്യാമറ, ഏറ്റവും ലേറ്റസ്റ്റ് ക്യാമറയുടെ. ഷൗക്കു കാര്യങ്ങൾ പറയുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരു 10 മിനിറ്റോളം അദ്ദേഹം ക്യാമറയെ വർണ്ണിച്ചു, ആ ക്യാമറയുടെ ഗുണഗണങ്ങൾ വർണ്ണിച്ചു. അത് കിട്ടിയാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറി മറിയുമെന്ന് വിവരിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, അത് പക്ഷേ ഇപ്പം എൻ്റെ കയ്യിലില്ല, അത് തിരുവനന്തപുരം എയർപോർട്ടിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അത് DV ക്യാം എന്ന് പറയുന്ന ക്യാമറയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് വരികയാണ് സാധനം. അത് ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത് നിങ്ങൾക്കറിയുമോ? മമ്മൂക്കയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന സാധനമാണ്. ഇവിടെ കേരളത്തിൽ ആർക്കും അങ്ങനെ ഒരു ക്യാമറ ഉള്ളതായിട്ട് അറിയില്ല. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു ക്യാമറ ഇറങ്ങിയിട്ടുണ്ട്, ഷൗക്കത്ത് ആ ക്യാമറ വേണം, കൊണ്ടുവരൂ. ഇങ്ങനെ കൊണ്ടുവന്ന വഴിയാണ് എയർപോർട്ടിൽ കുടുങ്ങിപ്പോകുന്നത്. അപ്പോൾ ഷൗക്കത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പോൾ അത് എയർപോർട്ടിൽ നിന്ന് ഇറക്കണമെങ്കിൽ ഇത്ര പൈസ വേണം, അതിങ്ങനെ എടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് വരാം. അങ്ങനെ ഞാനും ഷൗക്കും കൂടെ തിരുവനന്തപുരത്ത് പോകുന്നു. അവിടുന്ന് ഒരു ദിവസത്തെ അധ്വാന ഫലമായിട്ട് അത് പുറത്തിറക്കുന്നു, അതുമായിട്ട് വരുന്നു. പക്ഷേ അത് പിന്നീട് മമ്മൂക്കയിലേക്ക് പോയില്ല. ആ ക്യാമറ എൻ്റേതായി മാറുകയായിരുന്നു. ആ ക്യാമറ കയ്യിലേക്ക് കിട്ടിയ ആ ദിവസങ്ങൾ മുതലാണ് ശരിക്കും അവിടുന്ന് 1 മാസത്തിനകം ഞാൻ നേപ്പാളിലേക്ക് ക്യാമറയുമായിട്ട് യാത്ര ചെയ്തത്. കാരണം അക്കാലത്ത് യുമാറ്റിക്കും DV ക്യാമും ഒക്കെ ഉള്ള കാലത്ത് 6-7 ആളെയും കൂട്ടി ലോകയാത്ര നടത്തി സഞ്ചാരം പോലെ ഒരു പരിപാടി ഉണ്ടാക്കുക അസാധ്യമാണ്, സ്വപ്നം കാണാൻ പറ്റില്ല. പക്ഷേ DV ക്യാം വളരെ കോമ്പാക്റ്റായ ക്യാമറ ആയിരുന്നുകൊണ്ട് എനിക്ക് തന്നെ ഇതെല്ലാം ചെയ്യാമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് നടന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാനിവിടെ എത്താൻ കാരണം 2 പേരോടുള്ള നന്ദി സൂചകമായിട്ടാണ്. ഒന്ന്, ഈ രംഗത്തേക്ക് പിച്ച വെച്ച് നടന്ന ഒരു കാലത്ത് എന്നെ ഏറെ സഹായിച്ച, എന്നെ നയിച്ച ഷൗക്കത്തിനോട്, ഒപ്പം അദൃശ്യമായി അതിന് പ്രേരണയായ, അതിന് കളമൊരുക്കിയ മമ്മൂക്കയോടുള്ള നന്ദി. ആ സഞ്ചാരമാണ് പിന്നീട് സഫാരി എന്ന ചാനലായി മാറിയത്, എൻ്റെ ഈ ദൗത്യക്കെല്ലാം കാരണമായത്. അപ്പോൾ അദ്ദേഹത്തോട് മറ്റൊരു നന്ദി കൂടി പറയാറുണ്ട്. അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചാൽ ആദ്യം കാണുക അല്ല, എൻ്റെ പിതാവ് അങ്ങയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചപ്പോൾ അങ്ങയെ കാണാൻ ഗുരുവായൂർ എലൈറ്റ് ഹോട്ടലിൽ അതിൻ്റെ ഫോട്ടോയൊക്കെ എടുക്കാൻ എൻ്റെ പിതാവ് വന്ന കൂടെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാനും വന്നിട്ടുണ്ട്. ചമയങ്ങളില്ലാതെ എന്ന മമ്മൂക്കയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത് ഞങ്ങളായിരുന്നു, എൻ്റെ പിതാവായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ബന്ധങ്ങളുടെ ഓർമ്മ പുതുക്കൽ കൂടിയാണ്. ഈ സിനിമയുടെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് വാക്കുന്നു. നമസ്കാരം. Thank you so much, sir. Thank you for being part of this success ambition. നല്ലൊരു ഐഡിയ ആവാം, ഇതുവരെ കേൾക്കാത്ത ഒരു കഥ നമ്മൾ കേട്ടു. We also have the wonderful producer Vijay Babu നമ്മളുടെ കൂടെ. നമ്മുടെ ഒരു മലയാള സിനിമയിലെ ഒരു പുതിയൊരു ഇക്കോസിസ്റ്റത്തിന്റെ ഒരു മുഖം. കുറച്ചധികം എഴുതി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ. ഓക്കെ, എനിക്കാണോ? Good evening all. First of all, hearty congrats to the entire team of Chatta Bachar, including the technicians, the actors, everyone. What a wonderful project.
ഈ പ്രോജക്റ്റിൻ്റെ ആദ്യഘട്ടം തൊട്ട് ഞാൻ ഉണ്ടായിരുന്നു, സ്ക്രിപ്റ്റ് റീഡിങ് തൊട്ടിട്ട്. അതുകൊണ്ട് എനിക്ക് ഈ പ്രോസസ്സ് ഷിഹാനും അദ്വൈതും പോയ ഒരു പ്രോസസ്സിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാം. തുടക്കത്തിൽ ഡെഫിനറ്റ്ലി ദിസ് ചത്ത പച്ച എന്ന് പറയുന്ന ടൈറ്റിൽ ആണെങ്കിലും ഇത് അവർക്ക് ഒരു ചത്ത പച്ച പ്രോജക്റ്റ് ആയിരുന്നില്ല. കാരണം their entire existence in this industry, for Advait as a director, for Shihan as a producer, for Ishan, and also for Arjun and Roshan and Vaishak, I believe everyone, for them being part of such a big projects, all the efforts they have put, I'm sure everyone has seen the fights. അത്രയും എഫേർട്ട് ഒരു 40-50 ഡേയ്സ് ഫൈറ്റിന് മാത്രം എടുത്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അത്രയും എഫേർട്ട് എടുത്തിരിക്കുന്ന ഒരു ചത്ത പച്ച പ്രോജക്റ്റ് ആയിരുന്നില്ല, അവരുടെ എക്സിസ്റ്റൻസ് ആയിരുന്നു. നേരത്തെ ശങ്കർ പറഞ്ഞ പോലെ ഭയമില്ലായ്മ, ഇടയ്ക്ക് ഭയം വന്നിരുന്നു. ഞാൻ ആദ്യം സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ മുതലേ ഷൗക്കത്തിനോട് ചോദിച്ചിരുന്നു, കാരണം എനിക്ക് ഇഷാനെയൊക്കെ കൊച്ചു കുട്ടികളായിരിക്കും അറിയാം. 20 വർഷമായിട്ടുള്ള ബന്ധമാണ് ഷൗക്കത്തുമായിട്ട്. അപ്പം ഷൗക്കത്തിനോട് ഞാൻ ചോദിച്ചിരുന്നു, ഐ നോ ഷൗക്കറ്റ്സ് അസോസിയേഷൻ വിത്ത് മമ്മൂക്ക. അപ്പം ഞാൻ ചോദിച്ചു, മമ്മൂക്ക വരൂ? അപ്പം ഷൗക്കത്ത് എപ്പോഴും പറയും മമ്മൂക്ക വരും. അങ്ങനെ അപ്പം മമ്മൂക്ക ഇടയ്ക്ക് ട്രീറ്റ്മെൻറ്റ് പോകുന്നു. അപ്പോഴും ഞാൻ വിളിച്ചു ചോദിച്ച് വരുമോ, ബിക്കോസ് വന്നിട്ട് പേട്രിയോട്ടിൻ്റെ ഷൂട്ട് ബാക്കിയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ ഈ പ്രോജക്റ്റ് ഭയമില്ലായ്മ ആയത്, അല്ലെങ്കിൽ ചത്ത പച്ച ആയത് മമ്മൂക്ക ഈ പ്രോജക്റ്റിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ്. ബിക്കോസ് മമ്മൂക്ക വന്നു, ഇനി ഒന്നും നോക്കാനില്ല, ബിക്കോസ് ദേ ഹാവ് പുട്ട് ഓൾ ഇൻ ദി എഫേർട്സ്, ഐ മീൻ ദേ ഹാവ് പുട്ട് ദി 100%. ബട്ട് ഇത് ഓഡിയൻസിലേക്ക് എത്തിക്കുമ്പോൾ ആ ഒരു ഫസ്റ്റ് ഐബോൾസ് ഇതിനകത്തോട്ട് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ആണ് എന്ന് അറിയിക്കണമെങ്കിൽ അവിടെ മമ്മൂക്ക തന്നെ വേണം. അത് മമ്മൂക്ക അവർക്ക് സാധിച്ചു കൊടുത്തു. മമ്മൂക്ക, ഐ ഡോണ്ട് നോ, ഐ അഡോർ യു ബിക്കോസ് ഐ ഡോണ്ട് നോ ഹൗ യു ബാലൻസ് യുവർ ലൈഫ് ബൈ സപ്പോർട്ടിങ് യങ്സ്റ്റേഴ്സ് അറ്റ് ദ സെയിം ടൈം, ബീയിങ് വിത്ത് ലെജൻഡറി ഡയറക്ടേഴ്സ് അറ്റ് ദ സെയിം ടൈം, doing aesthetic cinema at the same time, doing commercial cinema at the same time. അപ്പം ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് എനിക്ക് എത്ര പഠിച്ചിട്ടൊന്നും മനസ്സിലാവണം. നമുക്ക് ഐ മീൻ only you can do that. I wish all the success for all the future endeavors of Shihan, Ishan, Advait and all the entire cast of this project. Wishing you all the very best. And എനിക്കും എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മമ്മൂക്കയുടെ ഒപ്പം ഒരു സിനിമ ചെയ്യാന്നുള്ള ഡ്രീമും സഫലമാവട്ടെ. അതിനുവേണ്ടിയാണ് കോട്ടയം കൊഞ്ചെന്ന സിനിമ വാങ്ങിച്ചത്, നടന്നില്ല. ഇനിയും ആ ഡ്രീം കണ്ടുകൊണ്ടേയിരിക്കും. ഈ സിനിമാ ജീവിതത്തിൽ എന്തെങ്കിലും മമ്മൂക്കയോടൊപ്പം വർക്ക് ചെയ്യാനും ഒരു അവസരം ഉണ്ടാവട്ടെ. പിന്നെ ഇഷാൻ, ഷിഹാൻ, എവ്രിവൺ